ശ്രീമദ് ഭാഗവതം ക്ലാസ് 217. നമ്മളിന്ന് നോക്കുന്നത് സ്കന്ധം 10 ആദ്യ ഭാഗത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ ധേനുകാസുര വധമാണ്. നമുക്ക് കഥയിലേക്ക് നേരിട്ടങ്ങ് കടക്കാം. ഒന്നിൽ ശ്രീ സുഗൻ പറയുകയാണ്, കൗമാരം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഈ കൗമാരം കഴിഞ്ഞപ്പോൾ രാമനും കൃഷ്ണനും, എന്താണ് കൗമാരം? ആദ്യ തുടക്ക കാലഘട്ടം. ഇവർ ജനിക്കുന്ന എന്തിനാണ്? കംസൻ, അധർമ്മികളായ കംസനെ എല്ലാം കൊല്ലാൻ വേണ്ടിയിട്ടാണ്, പുതിയൊരു ലോകക്രമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഭരണം ദൂഷിച്ച് അതിൻ്റെ മാക്സിമത്തിലെത്തുമ്പോഴാണ് അവതാരങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ എവിടെയാണ് ഉണ്ടായിരിക്കുന്നത്? കഷ്ടപ്പാടും ദാരിദ്ര്യമുള്ള തൊഴിലാളികളും കർഷകരും, അല്ലെങ്കിൽ ഇവിടെ ഗോക്കൾ, പശുവിനെ മേയിച്ച് കിടക്കുന്ന ആൾക്കാരുടെ ഇടക്ക്, അവരിടക്കാണ് ഏറ്റവും പീഡിപ്പിക്കപ്പെട്ട. ജയിലിലെല്ലാം നല്ല ആൾക്കാരെല്ലാം പിടിച്ച് ജയിലിലിടും, എന്തെങ്കിലും സംശയം തോന്നിയാൽ. അവർക്കെതിരായിട്ട് തിരിയുന്നത് കണ്ടു കഴിഞ്ഞാൽ ജയിലിൽ പിടിച്ചിടും. അവിടെയെല്ലാം ഇതിൻ്റെ പ്രതിഷേധം ആദ്യം ഉണ്ടാവുക. അപ്പോൾ ആദ്യ കാലഘട്ടത്തെ പറ്റിയാണ് കൗമാരത്തിലൂടെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഘട്ടത്തെയാണ് കൗമാരമായിട്ട് കാണേണ്ടത്. ഇപ്പോഴവരെന്ത് കഴിഞ്ഞു? കൗമാരം കഴിഞ്ഞപ്പോൾ ഇനിയുള്ള ഘട്ടത്തിൽ സംഭവിക്കുന്നതാണ് പറയാൻ പോകുന്നത്. രാമനും കൃഷ്ണനും ഗോക്കളെ മേയ്ക്കാനുള്ള പ്രായമല്ലായി. അതുകൊണ്ട് അവർ ചങ്ങാതിമാരോട് കൂടി പശുക്കളെ മേയ്ക്കുവാൻ വൃന്ദാവനത്തിൽ ചെന്നു. അപ്പോൾ ആ സ്ഥലം വിശുദ്ധമായി തീർന്നു. 2 കൃഷ്ണൻ കളിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഓടക്കുഴൽ വിളിച്ചുകൊണ്ടും ബലരാമനോടും ഗോപന്മാരോടും കൂടെ പശുക്കളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ചത്, പശുക്കളെല്ലാം തെളിച്ചുകൊണ്ട്. 3 മനോഹരമായി ശബ്ദിക്കുന്ന വണ്ടുകൾ, മാനുകൾ, പറവകൾ, ജലം നിറഞ്ഞ തടാകങ്ങൾ, തടാകത്തിലെ താമരപ്പൂവിൽ നിന്ന് വരുന്ന മണമെല്ലാം അങ്ങനെ വായുവിൽ ചുറ്റും പരക്കുന്നുണ്ട്. മുതലായവ കണ്ടിട്ട് കൃഷ്ണന് കളിക്കാൻ വലിയ ആഗ്രഹം ജനിച്ചു. അത്രയും നല്ലൊരു സ്ഥലം. അപ്പോൾ അവിടെ 4 പറയാണ്, അവിടെ ഒരു പുരാതന വൃക്ഷം ഉണ്ടായിരുന്നു. ആ പുരാതന വൃക്ഷം ചെന്തളിരെല്ലാം ഉണ്ട്, ചെറിയ തളിര് അവിടെ ഇവിടെ പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഫലങ്ങളും പുഷ്പങ്ങളും എല്ലാം ആയിട്ട് അങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. വയസ്സായ വൃക്ഷമാണ്. അതിൻ്റെ ഭാരം കൊണ്ട് ഇങ്ങനെ താണിട്ട് അതിൻ്റെ മൂട്ടിൽ വന്ന് സ്പർശിച്ച് കിടക്കുകയാണ്. ഇത് കണ്ടിട്ട് കൃഷ്ണൻ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, 5 പറയുകയാണ്, ഈ വൃക്ഷജന്മം കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പാപം മൂലമാകാം. പണ്ട് ചെയ്ത പാപം കൊണ്ടാണ് മനുഷ്യർ ചിലപ്പോൾ അടുത്ത ജന്മത്തിൽ വൃക്ഷങ്ങളെല്ലാം അങ്ങനെ ആയതായിരിക്കാം. അതുകൊണ്ടാണ് ഈ അവസ്ഥയിലായിപ്പോയത്. ആ പാപത്തിൻ്റെ പരിഹാരമായിട്ടായിരിക്കാം ഈ ഫലങ്ങളും വൃക്ഷങ്ങളും എല്ലാം ഇങ്ങനെ തല കുനിച്ചിട്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ നമസ്കരിക്കുന്നത്. ആരെ? അത് ചേട്ടൻ്റെയും ആകാം, അല്ല കൃഷ്ണനെ കണ്ടുകൊണ്ട് അതും ആകാം, അല്ലെങ്കിൽ ശരിയായ ഭഗവാനെ തന്നെ നമിക്കുന്നതും ആകാം. ഏത് തരത്തിലും എടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ ചേട്ടനെ വിളിച്ച ചേട്ടനും ആര് തന്നെയാണ്? ഈശ്വരൻ തന്നെയാണ്. രണ്ടും ഈശ്വരൻ്റെ അംശങ്ങളാണ്. എല്ലാ ഈശ്വരൻ തന്നെ, എല്ലാ ശ്രീഹരി തന്നെയാണ് ആയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല. ആ നിലയിൽ നമിക്കുന്നതായിരിക്കാം പാപം മോക്ഷത്തിന് വേണ്ടി. 6 പറയുകയാണ്, ഈ വണ്ടുകൾ ഭഗവാന്റെ സങ്കീർത്തങ്ങളെ കീർത്തിച്ചുകൊണ്ട് ഓരോ അടിവെപ്പിലും ഭഗവാനെ സേവിക്കുകയാണ്. വണ്ടുകൾ ഇങ്ങനെ ഓരോന്നോരോന്നിലേക്ക് പോകുമ്പോൾ കീർത്തിക്കുകയാണ്. അങ്ങയുടെ കീർത്തി, ബലരാമൻ്റെ കീർത്തിയാകാം, കൃഷ്ണൻ്റെ ആര്യമാകാം. ആ കീർത്തിച്ചുകൊണ്ടാണത് അടിവെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇവർ ഋഷി സംഘങ്ങളാകാനും വഴിയുണ്ട്. ഋഷികളാണല്ലോ വേദമന്ത്രങ്ങളിൽ ഇങ്ങനെ ഉരുവിടുന്ന മാതിരി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ജന്മത്തിൽ ഋഷികളാണോ ഇനി വണ്ടുവായിട്ട് വന്നിട്ട് ഈ മൂളുന്നത് എന്നും പറയാൻ പറ്റില്ല. ചിലപ്പം വണ്ടുകളായിരിക്കാം, ഋഷികൾ വണ്ടുകളായിട്ട് ജനിച്ചതായിരിക്കാം. അതുകൊണ്ട് ഇങ്ങനെ മൂളിക്കൊണ്ട് നടക്കുന്നു.
അപ്പം ഋഷി സംഘങ്ങൾ തന്നെയാകാം. കാട്ടിൽ അവർ ഒളിച്ചു കഴിയുമ്പോഴും ഭഗവാനെ അവർ ഉപേക്ഷിക്കുന്നില്ല. അവർ കാട്ടിലിങ്ങനെ ഒളിച്ചിട്ട് വണ്ടുകളായിട്ട് നടക്കുകയാണ് നാണം മൂലം. കാരണം ഋഷികൾ എന്തെല്ലോ പാപം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും ഈ വണ്ടായിട്ട് കാട്ടിലിങ്ങനെ ഒളിച്ചു കിടക്കുന്നത്. എന്നാലും ഭഗവാന്റെ കീർത്തനം വിട്ടിട്ടില്ല അവർ. ഇനി 7 ഈ മയിലുകൾ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യുന്നു. മാൻപേടകൾ ഗോപികമാരെ പോലെ നോട്ടം കൊണ്ടും. മയിലുകൾ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യുകയാണ് നമ്മളെ കണ്ടിട്ട്. വേണമെങ്കിലാകാം. പിന്നെ മാൻപേടകൾ ഗോപികമാരെ പോലെ നോട്ടം കൊണ്ടും. ആ മാൻപേടൻ്റെ നോട്ടം ഗോപികമാരുടെ നോട്ടം മാതിരിയുണ്ട്. പിന്നെയോ കുയിൽക്കൂട്ടങ്ങൾ മധുര ശബ്ദത്താലും അവരുടെ വാസസ്ഥലത്തേക്ക് വന്നിരിക്കുന്ന അങ്ങയ്ക്ക് പ്രിയം പ്രവർത്തിക്കുന്നു. അങ്ങയുടെ അവരുടെ വാസസ്ഥലത്ത് വന്നതുകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രിയം പ്രവർത്തിപ്പിക്കുന്നത്. എല്ലാം മയിലുകൾ നൃത്തം ചെയ്യുന്നതും പാട്ട് പാടുന്നതെല്ലാം അങ്ങയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. കാട്ടിലുള്ള ജനങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. എന്തുകൊണ്ട്? കാരണം വരുന്നവരെ സൽക്കരിക്കുന്നതിൽ അതാണ് സജ്ജനങ്ങളുടെ സ്വഭാവം. സജ്ജനങ്ങളുടെ സ്വഭാവം എന്താണ്? വരുന്നവരെ, അതിഥികളായിട്ട് വരുന്നവരെ സൽക്കരിക്കുക. അതുപോലെ നമ്മളിപ്പോൾ അതിഥിയായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ സൽക്കരിക്കാനാണ് ഇവർ ഈ നൃത്തമെല്ലാം ചെയ്യുന്നതെന്ന് അങ്ങ് അടിച്ചുപിടിയാണ്. കവിഭാവനയിൽ അടിച്ചുപിടിക്കുകയാണ്. വേദവ്യാസൻ നല്ല എഴുതി വിട്ടിരിക്കുന്നത്. 8 ഈ ഭൂമി ഇന്ന് കൃതാർത്ഥയാണ്. ഭഗവാന്റെ പാദങ്ങളെ സ്പർശിച്ചത് മൂലം പുല്ലുകളും വള്ളികളും എല്ലാം കൃതാർത്ഥരായിരിക്കുകയാണ്. നമ്മുടെ പാദങ്ങൾ സ്പർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചേട്ടൻ്റെ പാദം സ്പർശിച്ചുകൊണ്ട് എന്ത് തരത്തിലും എടുക്കാം. എല്ലാം ഒരാൾ തന്നെ, എല്ലാം ഭഗവാൻ തന്നെ. ആ തരത്തിൽ നമ്മൾ ആ ലെവലിലേക്ക് ഉയരണം. അല്ലാതെ രണ്ടായിട്ടൊന്നും പോകരുത്. നമ്മൾ എല്ലാം ഭഗവാൻ തന്നെയാണ്. ഈ ലീലകൾ, ഈ പുല്ലും ഭഗവാൻ തന്നെയാണ്. അപ്പം വള്ളികളും കൃതാർത്ഥരാണ്, കാരണം പാദസ്പർശമേറ്റത് കൊണ്ട്. നഖങ്ങളാൽ സ്പർശിക്കപ്പെട്ട മരങ്ങളും വള്ളികളും കൃതാർത്ഥരാണ്. നമ്മൾ മരത്തിനെയെല്ലാം ഒന്ന് ഇങ്ങനെ തൊട്ട് നഖത്തോണ്ടെല്ലാം മാന്തി നോക്കിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവരും എല്ലാം കൃതാർത്ഥരായിരിക്കുകയാണ്. കൃപാകടാക്ഷത്താൽ നദികളും മലകളും വള്ളികളും മൃഗങ്ങളും കൃതാർത്ഥരാണ്. അവരെല്ലാം ജലവുമെല്ലാം. പിന്നെയോ മാരിടത്താൽ സ്പർശിച്ചവരും കൃതാർത്ഥരാണ്. നമ്മൾ വല്ലതിനെയെല്ലാം മരത്തിനെയെല്ലാം കെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരും എല്ലാം കൃതാർത്ഥരായിരിക്കുകയാണ്. കാരണം ലക്ഷ്മി ദേവി പോലും ആ മാരിടത്തെ കൊതിക്കുന്നവളാണല്ലോ. അപ്പം ഏത് വിഷ്ണുവിനെയാണ് ഇപ്പോൾ കൃഷ്ണൻ്റെ ലീവില്ല. ഈ ഭഗവാനെ വിഷ്ണുവായിട്ട് കണ്ടുകൊണ്ടാണ്, എല്ലാം വിഷ്ണു തന്നെയാണല്ലോ ആ നിലയിൽ പറയുന്നത്. എന്നിട്ട് 9 ഇപ്രകാരം സമൃദ്ധമായ വൃന്ദാവനത്തെ വർണ്ണിച്ചിട്ട് സന്തോഷിച്ച കൃഷ്ണൻ പർവ്വതത്തിൻ്റെ പാർശ്വത്തിലുള്ള നദീതടത്തിൽ കൂട്ടുകാരോടൊത്ത് പശുക്കളെ മീറ്റ് വിനോദിച്ചു. അതിലൊന്നും വ്യാഖ്യാനമൊന്നും വേണ്ടല്ലോ. പിന്നെ 10, 11, 12, 13 ഗോപന്മാരോടൊത്ത് പാടി പുകഴ്ത്തിക്കൊണ്ട് ബലരാമനോടുകൂടി വണ്ടുകളോടൊത്ത് പാടിക്കൊണ്ടും, വണ്ട് പാടുമ്പം അതിൻ്റെ കൂട്ടത്ത് പാടും, മറ്റു ചിലപ്പോൾ ഹംസങ്ങളെ അനുകരിച്ചുകൊണ്ടും, അങ്ങനെ കൂട്ടുകാരെ ചിരിപ്പിച്ചുകൊണ്ടും, മയിലുകളോടൊത്ത് ആടിക്കൊണ്ടും, ചിലപ്പോൾ അകലെ പോയ പശുക്കളെ ഇടിവെട്ടുന്ന ശബ്ദത്തിൽ വിളിച്ചുകൊണ്ടും. പശുക്കൾ പോയാൽ അതിൻ്റെ പേരെല്ലാം കൃത്യമായിട്ട് എല്ലാത്തിൻ്റെ പേര് പറയും. ഒച്ചത്തിൽ വിളിച്ചുകൊണ്ടും, ചക്രവാക പക്ഷികളുടെയും ചെമ്പോത്തിൻ്റെയും ശബ്ദം അനുകരിച്ചുകൊണ്ട് വലിയ മിമിക്രിക്കാരായിരിക്കാം. ചിലപ്പോൾ കാട്ടുമൃഗങ്ങളുടെ സിംഹം, പുലി, മൂലാവയെ കണ്ടിട്ട് ഭയപ്പെട്ട പോലെ നടിച്ചുകൊണ്ട് എല്ലാം അവർ കഴിഞ്ഞു. സിംഹമെല്ലാം വരുമ്പോൾ പേടിച്ചിരിക്കുന്ന മാതിരി ഇരുന്നു. 14 ചിലപ്പോൾ കളികളിൽ തളർന്ന്
ഗോപന്മാരുടെ മടിയെ തലയണയാക്കിക്കൊണ്ട് കിടക്കും. ചിലപ്പോൾ ഗോപന്മാരുടെ മടിയിൽ കിടക്കും. ആരാണ്? കൃഷ്ണനാണ്. ഇതെല്ലാം ഏറ്റവും താഴ്ന്ന ജനങ്ങളാണ് എവിടെയുള്ളത്? ഗ്രാമങ്ങളിലുള്ള ജനങ്ങളെയാണ്. അവരോടൊത്താണ് കൃഷ്ണൻ. ആർക്കു വേണ്ടിയാണ് അപ്പം കൃഷ്ണൻ ഏതൊരു ലോകമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് അതിൽ നിന്ന് തന്നെ ചിന്തിച്ചാൽ മതി. കർഷകരും ആയിരിക്കും ഇവിടെ കാലുകളെ നീക്കുന്നവർ. അവരോടൊത്തമാണ് കാലം. കാരണം ലോകത്തിൽ ഏറ്റവും അധികം ഭരണം ദുഷിക്കുമ്പോൾ ഗ്രാമങ്ങളിലെല്ലാം കഷ്ടത ഉണ്ടാവുക. അവരെ ഉദ്ധരിക്കാനാണ് ആര് വരുന്നത്? കൃഷ്ണൻ വരുന്നത്. അതിനാണ് ഇവരോടൊത്താണ് കൃഷ്ണൻ്റെ വാസം. ചിലപ്പം ജ്യേഷ്ഠൻ്റെ കാലം തടയിക്കൊടുക്കും. ഒരു കുടുംബത്തിലെ അങ്ങനത്തെ പോലെയുള്ളൊരു വ്യവസ്ഥിതിയാണ് കൃഷ്ണൻ വിഭാവനം ചെയ്യുന്നത്. ഉച്ചനീചത്വങ്ങളൊന്നുമില്ല. എല്ലാവരും ഒരു കുടുംബത്തിലെ അങ്ങനത്തെ പോലെ. ചിലപ്പോൾ ചേട്ടൻ്റെ കാലം കൊടുത്തിട്ട് ആ വിശ്രമസുഖം അനുഭവിച്ചു. ഇനി 15, 16, 17, 18, 19 ചിലപ്പോൾ കൂട്ടിച്ചേർന്ന് പാടും. ചിലപ്പം കൂട്ടിച്ചേർന്ന് നൃത്തം ചവിട്ടും. ചിലപ്പം കയ്യാങ്കളി നടത്തും, ഗുസ്തി പിടിക്കും. ഗോപന്മാരെ കൈകോർത്ത് പിടിച്ച് ചിരിച്ചു കൊണ്ടും. ചിലപ്പോൾ കൈയും കോർത്ത് അങ്ങനെ വട്ടത്ത് തിരികെയായിരിക്കും. ചിലപ്പോൾ മുഷ്ടിയുദ്ധത്തിൽ തളർന്നിട്ട് വല്ല മരത്തിൻ്റെയും തടയലിൽ പോയി കിടക്കും. മുഷ്ടി ഗുസ്തിയെല്ലാം ചെയ്തിട്ട് ആ പ്രായമായി എന്നിട്ട് കൂടിച്ചേർന്ന് നിൽക്കുന്നു. മരത്തിൻ്റെ തടലിൽ പോയി കിടക്കും. ഇവിടെ വല്ല ഗോപന്മാരുടെയും മടിയിൽ തല വെച്ച് കിടക്കും. ചിലപ്പോൾ കൃഷ്ണൻ്റെ കാൽ തടവി കൊടുക്കും അവർ. വേറെ ചിലർ വിശരിയെടുത്ത് വീശിക്കൊടുക്കും. ചിലപ്പോൾ നിദ്രാസമയത്തിന് യോജിച്ച പാട്ടുകൾ പാടിക്കൊടുക്കും. ഉറങ്ങാൻ വേണ്ടിയുള്ള പാട്ടുകൾ അവർ അതിന് യോജിച്ച പാട്ടുകളും പാടിക്കൊടുക്കും. അടക്കടന്ന് ഉറങ്ങുകയും ചെയ്യാലോ. ചിലപ്പോൾ മറ്റ് ഗോപന്മാരെ അനുകരിച്ചും തൻ്റെ ദിവ്യത്വം മറച്ചുകൊണ്ട് ചിലപ്പോൾ മറ്റ് ഗോപന്മാരുടെ മാതിരി അഭിനയിക്കും. അങ്ങനെ തൻ്റെ ദിവ്യത്വം മറച്ചുകൊണ്ട് ഗ്രാമീണരോടൊത്ത് ഗ്രാമീണൻ എന്ന വിധം കഴിഞ്ഞു. അപ്പം യഥാർത്ഥത്തിൽ ആ ജനങ്ങൾ തന്നെ ജനങ്ങളിൽ ഇടക്കുണ്ടാകുന്ന ചില വ്യക്തികളാണ് ഇവിടെ കൃഷ്ണനായിട്ട് നമ്മൾ കാണേണ്ടത്. ജനങ്ങളിൽ നിന്നാണ് അതിനെതിരായിട്ടുള്ള നീക്കെപ്പോഴും വരും. അല്ലാതെ മുകളിൽ നിന്ന് ആരെ കെട്ടിയിറക്കുന്ന മാതിരിയല്ല. ജനങ്ങളിലൂടെ തന്നെയാണ് കാലം ദുഷിച്ച ഭരണത്തിനെതിരായിട്ട് തിരിയുക. നമുക്കിത് ചരിത്രം നോക്കിയാലും മതി. ചരിത്രം ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. അതിവരൊരു കഥരൂപത്തിൽ എഴുതുന്നേ ഉള്ളൂ. ഭരണം ദുഷിക്കുമ്പോൾ സൂക്ഷിച്ചോളണം. ഇതെല്ലാം നാളെ സംഭവിക്കുക. പക്ഷെ അതങ്ങനെ ഒരു പ്ലാൻ ചെയ്ത മാതിരി തന്നെയാണ് പോയിരിക്കുന്നത്. ഇതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം മാതിരി പോവുകയാണ്. 4 യുഗങ്ങളിലൂടെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എഴുതി വെക്കാൻ വലിയ പാടൊന്നുമില്ല. നമുക്കിപ്പോൾ എഴുതിക്കൂടെ? നമ്മളെ ഒരു കുട്ടി ജനിച്ചാൽ എങ്ങനെയാണെന്ന് നമ്മളെ അനുഭവത്തിൽ നിന്ന് നമുക്ക് എഴുതി വരാം. ഇത്ര വയസ്സിൽ ഇന്ന ചെയ്യും, ഇന്ന വയസ്സിൽ ഇന്ന ചെയ്യും, ഇന്ന വയസ്സിൽ ഇന്ന ചെയ്യും എന്നെല്ലാം എഴുതി വെച്ചൂടെ? നമ്മളെ അനുഭവത്തിൽ നിന്ന്. അതുപോലെ തന്നെ ഋഷികൾ എഴുതി വെച്ചതാണ്. കാലം ഇങ്ങനെയാണ് ഓരോ കാലഘട്ടത്തിലും പോവുക. 20 ബലരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും തോഴരായ ശ്രീരാമ, സുബലൻ, സ്തോക കൃഷ്ണൻ മുതലായവരെല്ലാം സ്നേഹത്തോടെ ഇവരോട് ഇപ്രകാരം പറഞ്ഞു. കയ്യൂക്കുള്ള ബലരാമ. 21 ദുഷ്ടനാശകനായ കൃഷ്ണ. അപ്പോൾ ആദ്യം മൂത്തത് ബലരാമനാണ്, കയ്യൂക്കാണ്. എന്താണത് പറയുന്നതെന്ന് അടുത്ത ഈ കഥയിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇവിടെ നിന്നും അല്പം അകലെ കരിമ്പനക്കൂട്ടമുള്ള ഒരു പെരുത്ത കാടുണ്ട്. കരിമ്പനകളെല്ലാം ഉള്ള ഒരു പെരുത്ത കാടുണ്ട്. കരിമ്പന, അതിൽ നല്ല കായ്കളെല്ലാം നല്ല മധുരമുള്ള കായ്കളുണ്ട്. കുറച്ചങ്ങോട്ടാണ്. അവിടെ 22 വളരെ പഴുത്ത് വീഴുന്ന പഴങ്ങളും മറ്റുമുണ്ട്. നല്ല മധുരമുള്ള പഴമുണ്ട്. പക്ഷേ അവിടെ ധേനുകൻ എന്ന ഒരു അസുരൻ അവിടെ ആരും കടക്കാൻ സംഭവിക്കില്ല. അയാളെ പ്രോപ്പർട്ടി ആയിട്ട് വെച്ചിരിക്കുകയാണ്. അതായത് പ്രാദേശികമായിട്ടുള്ള
കാര്യങ്ങളിലേക്ക് ഇടപെടുന്ന സ്ഥലത്തിൽ ചിലത് കയ്യൂക്കോടുകൂടി തങ്ങളുടേതായിട്ട് വെക്കും, ആരെയും കേൾക്കില്ല. അതായത് പഴങ്ങളുണ്ട്, അവിടെ വീണ് നശിച്ചാലും കൊടുക്കില്ല. അതുകൊണ്ട് ഗോപന്മാർ പറയുന്ന അവിടെ ഇതാ അങ്ങനെ ഉണ്ട്, അവിടെ ഒരുത്തനുണ്ട്, അവൻ തരൂല്ല. അവർ തിന്നൂല്ല, അവർക്ക് തിന്നാനും പറ്റില്ല. ചിലപ്പം തേനുകനെ പ്രമേഹമല്ലായിരിക്കും, പിന്നെ എങ്ങനെയാണ് കഴിക്കാൻ പറ്റുക? ഫാമിലിക്കേ പ്രമേഹമായിരിക്കും, എന്നാലും ആർക്കും കൊടുക്കില്ല. അങ്ങോട്ട് കയറാൻ പാടില്ല, മതിലെല്ലാം കെട്ടി വെച്ചിരിക്കുകയാണ്. ഇതിനെല്ലാം ശരിയായ അർത്ഥങ്ങളുണ്ട്, ചിന്തിച്ചു കൊള്ളുക. ഈ കുട്ടിക്കാലത്തും ഇതെല്ലാം തന്നെ നടന്നിട്ടുണ്ട്. പോട്ടെ. പക്ഷേ അവിടെ ധേനുകൻ എന്ന ഒരു അസുരൻ അവിടെയുണ്ട്. അപ്പോൾ അവൻ വളരെ വീരവാനാണ്, കഴുതയുടെ സ്വരൂപമാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ സാധാരണ കഴുത എന്നാണ് വിളിക്കുക. കഴുതയുടെ സ്വരൂപമാണ്. തനിക്കൊത്ത ബലമുള്ള മറ്റു ബന്ധുക്കളും ചുറ്റുവട്ടമുണ്ട്. നല്ല ബലശാലികളായ അങ്ങനെ കുറേ സിൽബന്ധികളും ബന്ധുക്കളായിട്ട്. 24 മനുഷ്യരെ പിടിച്ചു തിന്നുന്ന അവരാൽ ഭയന്ന് മൃഗപക്ഷി സമൂഹങ്ങളെല്ലാം അവിടം വിട്ടിട്ട് പോയിരിക്കുകയാണ്. അതിൻ്റെ അടുത്തേ ആ വനത്തിൻ്റെ അടുത്തേ ആരും പോകില്ല. ഇനി 25 പറയാണ്, മുമ്പൊരിക്കലും ഭക്ഷിച്ചിട്ടില്ലാത്ത മധുരമുള്ള പഴങ്ങൾ അവിടെയുണ്ട്. അവിടെ സൗരഭ്യം പരന്നു കിടക്കുന്നു. 26 ആ പഴങ്ങളുടെ വാസനയേറ്റ് ഉള്ളിൽ ആശ മൂത്ത് കഴിക്കുകയാണ് നമ്മൾ. നമുക്ക് ഭയങ്കര ആശയുണ്ട്, അവിടെയുള്ളവർ തിന്നൊന്നുമില്ല, അതവിടെ കിടക്കുകയാണ്, ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്, ആർക്കും കൊടുക്കാതെ. നമ്മുടെ ഈ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചു തരിക. എനിക്ക് ചെറുതിലെല്ലാം ഓർമ്മയുണ്ട്, ചില സ്കൂളിൽ നിന്നെല്ലാം വരുമ്പോൾ ചില കുട്ടികൾ ഇത് അവിടെ കൂട്ടിയിട്ടുണ്ട്, നല്ല സാധനമുണ്ട്, പക്ഷെ അവരൊന്നും കഴിക്കില്ല, അങ്ങനെ കെട്ട് വീഴുകയാണ്. എന്നിട്ട് അവർ ഒളിച്ചിട്ട് ചിലപ്പോൾ കല്ലെടുത്ത് എറിഞ്ഞിട്ട് മാങ്ങയെല്ലാം ഇട്ടിട്ട് കൊണ്ട് അവർ കഴിക്കൊന്നുമില്ല. പക്ഷെ എങ്ങനെ മധുരം കെട്ടി വെച്ചിരിക്കുകയാണ്. ആ കുട്ടിക്കാലത്ത് അത്തരം കളവുകളെല്ലാം കാണാം. അതിൻ്റെ ഒരു രൂപമായിട്ട് ഇതിനെ കണ്ടാൽ മതി. അപ്പോൾ അതിന് നേതാവായ ഒരു 1-2 പേരുണ്ടാവും. എല്ലാ കുട്ടികൾക്കും അതിന് പറ്റൂല. നേതാവായ ആൾക്കാരും കാണും. ഇതെല്ലാം ഓരോരും അവരുടെ ചെറുതിലുള്ള അവസരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ പറയുന്നതെല്ലാം തന്നെയാണ് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ. എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോഴും ആ ചെറുതിലുള്ള സംഭവങ്ങൾ ഓർമ്മ കിടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരു വലിയ മേജർ ഉണ്ടായിരുന്നു. ഫാമിലിയിലെ എല്ലാവരും മേജർമാരും എല്ലാം അവിടെ ആണെന്നുണ്ടായില്ല, കൂട്ടിയിട്ട് പോയി. വലിയ സ്ഥലമാണ്, അവിടെ ഇങ്ങനെ ജാമ്പൊക്കെ ഉണ്ട്, വലിയ മരമാണ്. അപ്പം കുട്ടികൾ പോകുമ്പോൾ ദൂരെ നിന്നുകൊണ്ട് എന്ത് ചെയ്യും, അവിടെ ഇന്ന് ആളില്ല, നമുക്ക് എന്ത് ചെയ്യാന്ന് മരത്തിൽ കയറിയിട്ട് പറിച്ചിട്ട് എടുത്തുകൊണ്ട് വരും. കാരണം അവന്മാരെ അറിയാലോ, മേജർ വീട് എന്നെല്ലാം പറയുമ്പോൾ ഏത് തരത്തിലായിരിക്കും, കൈമ കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ. അപ്പം ഇങ്ങനെയുള്ള സംഭവവികാസങ്ങളെല്ലാം നമ്മൾ ഇതെല്ലാം തന്നെയാണ് വേദവ്യാസൻ എഴുതി വച്ചിരിക്കുന്നത്, അല്ലാതെ വേറെ കെട്ടിച്ചമച്ചൊന്നും ഉണ്ടാക്കിയൊന്നുമല്ല. ഇത്തരത്തിലാണ് കാലം മുന്നോട്ടേക്ക് പോവുക. 27 ഇപ്രകാരമുള്ള അവരുടെ വാക്കുകൾ കേട്ട് ചിരിച്ച് സർവേശ്വരന്മാർ രണ്ടും അവരെ സന്തോഷിപ്പിക്കാനായി പനങ്കാട്ടിലേക്ക് പോയി. അവിടെ എത്തിയ ശേഷം ബലരാമൻ 2 കൈകളും കൊണ്ട് ശക്തിയായി ആ വനക്കൂട്ടങ്ങളെ പിടിച്ചു കുലുക്കി, പനമരങ്ങളെ വീഴ്ത്തി. ബലരാമനാണ് ചെയ്യുന്നത്, കൃഷ്ണനല്ല. അപ്പോൾ ആദ്യം പ്രതികരിക്കുക, ദാരിദ്ര്യവും കഷ്ടപ്പാടും എല്ലാം ഉണ്ടാകുമ്പോൾ ആദ്യം പ്രതികരിക്കുന്നത് മനുഷ്യൻ സ്വയഫലത്താലാണ് പ്രതികരിക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ഭരണമൊന്നുമില്ല എന്ന് വെച്ചോ, കുറച്ച് പോലീസുകാരാണ് ഈ നാട് ഭരിക്കുന്നത്, ബാക്കി ആരും തിരിഞ്ഞു നോക്കാനില്ല. ഒരു പോലീസുകാരുടെ ആധിപത്യമാണ്. എന്ത് ചെയ്താലും ആരും ചോദിക്കാനും പറയാനും ഇല്ലെങ്കിൽ
അവർ കണ്ട വീട്ടിലെല്ലാം കാണും, ധിക്കാരങ്ങൾ കാണിക്കും, വെപ്പുള്ളവരോട് മോശമായി കാര്യം, ആരും പേടിച്ചിട്ട് മുണ്ടില്ല. എന്നാൽ ചിലവരുടെ വീട്ടിൽ കയറിയിട്ട് ധിക്കാരത്തിൽ പോയിട്ട് എന്ത് കാട്ടിക്കൊട്ടും. ചില വീട്ടിൽ കയറിയിട്ട് ധിക്കാരപരമായിട്ട് വല്ല പെമ്പിള്ളവരോടൊന്നും കാണിച്ചാൽ അവിടെയുള്ളവൻ ചിലപ്പം ബലരാമൻ്റെ തലത്തിലുള്ളവരാണെങ്കിൽ ആദ്യം അവനെ ചിലപ്പോൾ അവിടെ കുത്തിക്കൊന്നും വരും. ഇതെല്ലാം നാട്ടിൽ സംഭവിക്കുന്നതാണ്. ശക്തിയുള്ളവന് ഇതൊന്നും കണ്ടാൽ ക്ഷമിക്കാൻ പറ്റാത്ത ശക്തിയുള്ളവർ, അവരാണ് ബലരാമന്മാർ. ആദ്യം വ്യക്തികൾ സ്വയമാണ് പ്രതികരിക്കുക. ധീരന്മാരായ വ്യക്തികൾ, അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഒന്നുമില്ല. എൻ്റെ വീട്ടിൽ വന്ന് ധിക്കാരം കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ശരിയാക്കിയിട്ടെന്ന് പറഞ്ഞാൽ ചെയ്ത് കളയും. ധിക്കാരം ചെയ്ത് കഴിഞ്ഞാൽ ക്ഷമിക്കാൻ പറ്റാത്ത ആൾക്കാർ, അവരാണ് ബലരാമന്മാർ. അപ്പോൾ ഒരു സമൂഹത്തിൽ അധർമ്മങ്ങൾ വരുമ്പോൾ ആദ്യം ഓരോ ഇൻഡിവിജ്വലായിരിക്കും സ്വയം പ്രതിരോധിക്കാൻ ശ്രമിക്കുക. അതിൽ എല്ലാവർക്കും ഒന്നും പറ്റില്ല, പേടിച്ച് നടക്കും. ചിലവർ മാത്രം പ്രതികരിക്കും. അതിൻ്റെ പ്രതീകങ്ങളാണ് മലബാറിലുള്ള തെയ്യങ്ങൾ. ആ നാട്ടിലെ അധർമ്മങ്ങളെല്ലാം കാണുമ്പോൾ സഹിക്കപ്പറ്റാത്ത ആൾക്കാരെല്ലാം ക്ഷമിച്ചിരിക്കും. കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് ഉള്ളിൽ പേടിച്ചൊന്നും ചെയ്യില്ല. പക്ഷെ ചിലവർ പ്രതികരിക്കും. അങ്ങനെയുള്ളവരെ ചിലപ്പോൾ അവർ തല്ലിക്കൊല്ലും. തല്ലിക്കൊന്നാലും അവരെ ഈ ജനങ്ങൾ മുഴുവൻ പറയും ഇത് നമ്മളെ ആളാണ്, നമുക്ക് വേണ്ടിയാണ്. ആ ഒരു സ്നേഹം കൊണ്ട് അവർ പിന്നെ കെട്ടിയാടിക്കും. ഇങ്ങനെയെല്ലാം തെയ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതിൻ്റെ പിന്നിൽ, അവരുടെ പിന്നിലുള്ള കഥകൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം കാണാം. ഇതെല്ലാം തന്നെയാണ് ഇവിടെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ആദ്യം ഇത്തരത്തിൽ ബലരാമന്മാരാണ്. പിന്നെയാണ് അതിനൊരു നേതൃത്വം ഏറ്റെടുക്കാൻ കഴിവുള്ളവർ, കൃഷ്ണനെ പോലെയുള്ളവർ അതിൻ്റെ പിന്നിൽ കയറി വരുന്നത്. അപ്പോൾ ആദ്യം ബലരാമൻ എന്ത് ചെയ്തു? പനമരങ്ങളെയെല്ലാം മറച്ചിട്ട് ഒന്നിനെ എടുത്തിട്ട് പിടിച്ച് കുലിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നല്ല പഴങ്ങൾ വീഴാൻ തുടങ്ങി. വീഴുന്ന പഴങ്ങളുടെ ശബ്ദം കേട്ട് കഴുതമുഖ രൂപമുള്ള പൂണ്ട ധേനുകാസുരൻ ആ പ്രദേശത്തെ കിടുകിട വിറപ്പിച്ചുകൊണ്ട് നേരിട്ട് ഓടി വന്നു. 30. അങ്ങനെ വന്ന ആ ദുഷ്ടൻ 2 പിൻകാലുകളും കൊണ്ട് ബലരാമന്റെ മാലിൽ ഊക്കോടെ ചവിട്ടി ഭയങ്കര ശബ്ദം പുറപ്പെടുവിച്ചു. കോപം മുഴുത്ത അവൻ 31 ആ കഴുത വീണ്ടും ഓടിയടുത്ത് പിന്തിരിഞ്ഞ് ബലരാമന്റെ നേരെ പിൻകാലുകൾ കൊണ്ട് പ്രയോഗിക്കാൻ ശ്രമിച്ചു. 32 ബലരാമൻ അതിൻ്റെ പാദങ്ങൾ പിടിച്ച് ചുഴറ്റിയിട്ട് എന്ത് ചെയ്തു? ആ ശ്വാസം, ആ ചുറ്റലിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശ്വാസം പോയി. ഉടനെ അതിനെ പനയുടെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞു. അതിൻ്റെ വീഴ്ചയിൽ ആ മരം കടപൊഴുകി അടുത്തൊരു മരത്തുമ്പിൽ വീണു. ആ മരവും കടപൊഴുകി അതിൻ്റെ അടുത്തേൽ വീണു. അങ്ങനെ ചുഴലിക്കാറ്റടിച്ച മാതിരി ഒരുമാതിരി എല്ലാ മരങ്ങളും ആടി ഉലയുകയോ കടപൊഴുകി വീഴുകയോ എല്ലാം ചെയ്തു. ഇനി 35 പറയുകയാണ്, നൂലിനാൽ വസ്ത്രങ്ങളെ നെയ്യുന്നത് പോലെ, നൂലുകളെ കൊണ്ടാണ് വസ്ത്രങ്ങളെ യോജിപ്പിച്ച് വെച്ചിരിക്കുന്നത്, അതുപോലെ ലോകത്തെ കോർത്തിണക്കിയ സർവേശ്വരന് ഇതൊന്നും അത്ഭുതമല്ലല്ലോ. ആ സർവേശ്വരൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാം ഉള്ളത്. അപ്പം ഈശ്വരൻ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം എടുത്തിട്ട് ദൂരെ ഒന്നോടെ എടുത്ത് കളയാനുള്ള ശക്തി, ആ പ്ലാൻ അനുസരിച്ചാണ് ലോകം ഇങ്ങനെയാണ് പോവുക. ഒരു നാട്ടിൽ ദുരിതമുണ്ടാകുമ്പോൾ അതിൻ്റെ പടിപടിയായിട്ടുള്ള ഘട്ടങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇത് ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് നടന്ന കാര്യമാണ്. മറ്റേ ഭാഗത്തെ പാണ്ഡവരുടെ കഥ പറഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ 2ാം ഭാഗത്ത് എപ്പോൾ കൊളോണിയലിസം കഴിഞ്ഞിട്ട് ലോകം എങ്ങോട്ടേക്ക് പോവുകയാണ് ഒരു ഭാഗമെന്നാണ് പറയുന്നത്. അവിടെ രാജഭരണത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്
ഇവിടെ പറയുന്നത്. ഇങ്ങനെയെല്ലാം സ്റ്റെപ്പുകൾ അവിടെ നടന്നിരിക്കും. ഇനി 36, 37. പിന്നെ ധേനുകൻ്റെ ബന്ധുക്കളായ ആൾക്കാരെല്ലാം ഓടി വന്നു, ഇതേമാതിരിയുള്ള കടുത്ത മുഖമുള്ളവർ. അപ്പോൾ കൃഷ്ണനും ബലരാമനും കൂടി, പിന്നെ അതിനാണ് ഒരു നേതൃത്വ രൂപം വരുന്നത്. അപ്പോൾ കൃഷ്ണനും ബലരാമനും കൂടിയാണ് പിന്നെ ഇവന്മാരെയല്ല ശരിയാക്കിയത്. അപ്പം ഒരു ദേശം മുഴുവൻ എന്തു പറ്റിയാണ്? ഇവരുടെ ഒരു ശക്തി. അതുവരെ ഓരോ ദേശത്തിലും ഓരോ ഭാഗത്ത് പ്രകടമായിരുന്നത് ഇപ്പം ആ ദേശം മുഴുവൻ വ്യാപിച്ചു. അതിനൊരു നേതൃത്വം ഉണ്ടാവുന്നുണ്ട്. ബലരാമനെ പോലെയുള്ളവർ തുടക്കവും പിന്നെ കൃഷ്ണൻ ഏറ്റെടുക്കുകയും. 38, 39. അവരുടെ ശരീരത്താൽ കാർമേഘം നിറഞ്ഞ ആകാശം പോലെ ശോഭിച്ചു എന്നാണ് പറയുന്നത്. ഇവരെല്ലാം ചത്തു വീണപ്പോൾ ഇരുണ്ട ശരീരമാണല്ലോ, ആകാശത്തിൽ കാർമേഘം പോലെ അവിടെയെല്ലാം കടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ദേവന്മാർ അവിടെ ഇരുന്ന് പൂമ്പടി ചൊരിഞ്ഞു, വാദ്യങ്ങൾ മുഴക്കി, സ്തോത്രങ്ങൾ ചൊല്ലി എന്നെല്ലാം പറയുകയാണ്. ഇനി 40. അതിൽ പിന്നെ മനുഷ്യർ നിർഭയരായി അവിടുത്തെ പഴങ്ങൾ ഭക്ഷിക്കുവാൻ തുടങ്ങി. പിന്നെ എല്ലാവരും അത് ഭക്ഷിക്കാൻ തുടങ്ങി, അവിടെയുള്ള എല്ലാവർക്കുമായി. അതുവരെ ഇവൻ്റെ കസ്റ്റഡിയിലായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ടുവരുന്ന വിഷയങ്ങൾ, ഇത് വേദവ്യാസൻ കഥരൂപത്തിൽ പറഞ്ഞതുകൊണ്ട് ആർക്കും പിടിയൊന്നും കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഇത് അന്നത്തെ കാലത്തെ ഭരണാധികാരികൾ എന്ത് ചെയ്യുമായിരുന്നു? ഈ ഗ്രന്ഥങ്ങളെല്ലാം എടുത്ത് ചുട്ട് കരിക്കുമായിരുന്നു. അപ്പം ആന്തരിക അർത്ഥം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, എന്താണ് പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന്. അല്ല, ഇതിനെ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യാം. ഇതിന് വേറെ അർത്ഥമൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ മനുഷ്യർക്ക് മനസ്സിലാകുന്ന തരത്തിൽ വ്യാഖ്യാനിക്കണം. ആർക്കും വ്യാഖ്യാനിക്കല്ല. ഭാഗവതം എടുത്തിട്ട് ഏത് തരത്തിൽ തിരിച്ചോ മറിച്ചോ എന്തോ പറയാം. വരികൾ വായിച്ചിട്ട് ആ വരികളിലെ അർത്ഥം മനസ്സിലാകുന്ന തരത്തിൽ വ്യാഖ്യാനിക്കണം. അല്ല ഒരു വരിയും വായിച്ചിട്ട് നമ്മളെ കുടുംബകാര്യങ്ങളും പണ്ട് സ്കൂളിൽ പോയ കാര്യവും, പണ്ട് നമ്മൾ എത്ര പാടുപെട്ടിട്ടാണ് സ്കൂളിൽ പോയത്, എത്ര നടന്നിട്ടാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല പറയേണ്ടത്. വരികളിൽ വെച്ച് ആ വരികളുടെ അർത്ഥം വ്യാഖ്യാനിക്കുക. വേറെ തരത്തിലുണ്ടെങ്കിൽ വ്യാഖ്യാനിച്ചാലും എല്ലാവരും വ്യാഖ്യാനിക്കുക. അതിൽ നിന്നാണ് നമ്മൾ സത്യത്തിലേക്ക് എത്തുന്നത്. വേദങ്ങളെ അർത്ഥം മനസ്സിലാക്കണ്ടെങ്കിൽ എല്ലാവരും വേദമെടുത്തിട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങുക. എങ്ങനെയോ വ്യാഖ്യാനിക്കൂ, അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിക്കൂ. ജനങ്ങൾ മനസ്സിലായിക്കോളൂ ഏതാണ് ശരിയായത്. ജനങ്ങൾക്കും ബുദ്ധിയുണ്ടല്ലോ. ഒരാളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയേ ഇങ്ങനെയല്ല ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത്, വേറെ തരത്തിൽ. ആ ശരി, ആ തരത്തിൽ വരട്ടെ. അങ്ങനെയാണ് നമ്മൾ സത്യത്തിലേക്ക് എടുക്കുക. വേദങ്ങൾ എന്ന് പറയുന്നത് ഒറ്റയടിക്ക് പറയാൻ പറ്റുന്നതല്ല. അതിനെല്ലാവരും കൂട്ടമായി ശ്രമിച്ചിട്ട് പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ട്, ഒരു ഉദാഹരണം തന്നെ പറയാം. വ്യാഖ്യാനത്തിലൂടെയാണ് സത്യത്തെ കണ്ടെത്തുന്നത്. ജ്യോതിഷത്തിൻ്റെ ഒരു നിമിത്തം എന്നൊരു കാര്യമുണ്ട്, അതിനൊരു കഥയുണ്ട്, അതിന് വലിയ അർത്ഥമുണ്ട്. നിമിത്തം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജ്യോതിഷം എന്തെങ്കിലും പറയാനിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ, അത് മോശമാണെങ്കിൽ നമ്മൾ മോശമേ പറയുകയാണ്. ജാതകത്തിന് നല്ല സമയമായിരിക്കും, നല്ല പറയാൻ പോകുന്നു, അപ്പോഴാണ് ഒരു സംഭവം നടക്കുന്നത്. നടക്കാൻ പാടില്ല, ആ സാധാരണ നടക്കാത്ത ഒരു സംഭവമായിരിക്കണം, അതിനാണ് നിമിത്തം എന്ന് പറയുന്നത്. അത് മോശമാണെങ്കിൽ ഈ നല്ല പറഞ്ഞുകൂടാന്നാണ് പറയുന്നത്. നല്ല പറയുന്നത് നിർത്തണം. ദോഷം പറയാൻ പോകുമ്പോൾ ഒരു നല്ല സംഭവം നടക്കുകയാണെങ്കിൽ നല്ലത് പറഞ്ഞു കൊടുക്കണം എന്നാണ്. അപ്പോൾ ഒരു സംഭവം, ഒരു ഉദാഹരണം പറയുകയാണ്. കുറച്ച് ആളുകൾ കൂടിയിട്ട് ഒരാളുടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തർക്കങ്ങൾ, ഇത് നാളെ നല്ലതിലേക്ക് പോവുമോ മോശത്തിലേക്ക് പോവുമോ എന്ന് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
കുറേ ജ്യോത്സ്യന്മാർ കൂടിയിട്ട്, ചിലപ്പോൾ രാജാവിൻ്റെ ആജ്ഞയും തമ്മിലുള്ള തർക്കമായിരിക്കാം. ഇത് കൂടിപ്പോവോ അല്ല പിരിയോ എന്താണെന്ന് വേണ്ടതെന്നാണ് അതിൻ്റെ ഉത്തരമാണ് കിട്ടേണ്ടത്. ഇവന്മാർ നല്ല തമ്മിൽ പോവുമോ അല്ലെ ഇവരെ അടിച്ച് പിരിയോ എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ ഫലം പഴയ 10 പേരോളം ഉണ്ട് എന്ന് വെച്ചോളൂ ജ്യോത്സ്യന്മാർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് രാജാവും രാജ്ഞിയും തമ്മിലുള്ള പ്രശ്നമായിരിക്കും. ഇല്ലെങ്കിൽ 10 ജ്യോത്സ്യന്മാരെല്ലാം കൂടി ഇരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഫലം പറയാൻ പോകുമ്പോഴാണ് അടുത്ത കിണറ്റിൽ നിന്ന് ഒരാൾ വെള്ളം ബക്കറ്റ് കോരിയിട്ട് എടുക്കാൻ ശ്രമിക്കുമ്പോൾ കയറ് പൊട്ടി ബക്കറ്റ് താഴെ വീണു. കയറ് പൊട്ടിയിട്ട് ബക്കറ്റ് താഴെ വീണു. 10 പേരും പറഞ്ഞു ദുർനിമിത്തമല്ലേ, വെള്ളം കോരാൻ പോകുമ്പോൾ പൊട്ടി താഴെ വീഴുകയാണ്. അവൻ 10 പേരും പറഞ്ഞ് ഇവന്മാർ തമ്മിൽ തല്ലിപ്പോവും, ഇത് നിലനിൽക്കാൻ പോകുന്നില്ലേ, ഇവർ തമ്മിൽ തല്ലി പിരിയും. ഒരാൾ മാത്രം പറഞ്ഞില്ല തമ്മിൽ തപ്പുകയും പിരിയില്ല, നല്ലോണം പോയി ഇവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇവനെന്ത് മണ്ടത്തരാണ് പറയുന്നത്. കാരണം വെള്ളം കോരി പൊട്ടിപ്പോയാൽ കയറ് പൊട്ടി വീത് ദുർനിമിത്തല്ലേ, മോശമല്ലേ പറയേണ്ടത്. ഒരാൾ മാത്രം നല്ല പറഞ്ഞു. പിന്നെ അവർ പിരിഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ ഒരു തർക്കമില്ല, നല്ല യോജിച്ചിട്ടാണ് നിൽക്കുന്നത്. ആ ഒരുത്തം പറഞ്ഞതാണ് ശരിയായത്. പിന്നെ ഇവരെല്ലാം കൂടി ആദ്യം ചർച്ച ചെയ്തു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു ദുർനിമിത്തല്ലേ നടന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് നല്ലത് പറഞ്ഞത്? നേരെ അയാൾ പറഞ്ഞു, ആ ബക്കറ്റും കയറി ശ്രമിക്കുന്ന എന്താണ്, അകത്തുള്ള വെള്ളത്തിൽ നിന്ന് ഒരു വെള്ളത്തെ വേർപെടുത്താൻ ശ്രമിക്കുകയാണ്. ബക്കറ്റ് കൊണ്ട് വെള്ളം വരുമെന്ന് പറഞ്ഞാൽ കിണറ്റിലുള്ള വെള്ളത്തെ വേർപെടുത്താൻ, ഒരു ഭാഗത്തെ വേർപെടുത്താൻ പോവുകയാണ്. അതിന് കാലം അനുകൂലമല്ല, പൊട്ടിച്ചിട്ട് താഴെ തന്നെ ഇട്ട്. അപ്പോൾ അവർ തമ്മിൽ ചേർന്ന് നിൽക്കുകയല്ലേ വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, വെള്ളത്തെ വേർപെടുത്താൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഇവരും നല്ല നിലയിൽ പോയിക്കോളും. അതുപോലെ വ്യാഖ്യാനിക്കുക. വേദങ്ങളെ എടുത്ത് എല്ലാവരും വ്യാഖ്യാനിക്കട്ടെ. അതാണ് വേദം പറഞ്ഞത്. ഏറ്റവും മുകളിലുള്ള ബ്രാഹ്മണർ തൊട്ട് ഏറ്റവും സമൂഹത്തിലേതവും നീചം വരെയുള്ളവരും വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യട്ടെ. ഒരാൾ അവരവരുടെ കഴിവിൽ വ്യാഖ്യാനിക്കും. പക്ഷെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ പലതരം ആശയങ്ങൾ ഇങ്ങനെ വരുമ്പോഴാണ് അവസാന സത്യത്തിലേക്ക് നമുക്ക് എടുത്തുക. അല്ലാതെ വേദങ്ങളൊന്നും ഒറ്റയാൾക്ക് കയറി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എല്ലാവരും, എല്ലാ ഫീൽഡിലുള്ളവരും, എല്ലാ ജ്ഞാനം തികഞ്ഞവരും ഇതിൽ കയറി അവരുടേതായ നിലയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കണം. അപ്പോഴേ നമുക്ക് വേദത്തിലുള്ള ആ പൂർണ്ണമായ ജ്ഞാനം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇതൊരു കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ്. ഒരാൾ പറയുന്ന എല്ലാം ശരിയാണെന്നൊന്നുമില്ല, എല്ലാവരും ശ്രമിക്കുക. പക്ഷേ ശ്രമിക്കേണ്ടത് വേദം പറയുമ്പോൾ വേദവരികളിൽ നിന്നുകൊണ്ട് സംസാരിക്കുക, ആ വരിയിൽ തന്നെ പിടിച്ച് വ്യാഖ്യാനിക്കുക. അല്ലാതെ ഒരു വരിയും പിടിച്ചിട്ട് എന്താണ് വേദമൊക്കെ ഭാഗവത സപ്താഹ യജ്ഞം എന്നും പറഞ്ഞുകൊണ്ട് രാമന് ഇതെല്ലാം പറഞ്ഞതിൻ്റെ ശേഷം പിന്നെ പറയാം. പിന്നെ നമ്മൾ പിന്നെ ഉണ്ടല്ലോ, നമ്മൾ പണ്ട് കുട്ടികളെ കാലത്തായിട്ട് നമ്മളെ എത്ര പാടുപെട്ടിട്ടാണ് നടന്നു. ഇതെല്ലാം പലയിടത്തും ഞാൻ കേട്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇതല്ല വേദത്തിൽ തന്നെ പറഞ്ഞാൽ തീരാതെ കാര്യങ്ങൾ കിടക്കുകയാണ്. പിന്നെ എന്തിനേയും നമ്മളെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം പറയുന്നത്, ഇത് തന്നെ പറഞ്ഞാൽ തീരുന്നില്ല. ആയുഷ്കാലത്ത് പറഞ്ഞാൽ തീരാതെ കിടക്കുമ്പോൾ എന്തിനായി നമ്മളെ നാട്ടുകാര്യങ്ങൾ അതും ഇതുമെല്ലാം LKG UKGയിലെ പിള്ളേരെ മോറൽ സയൻസ് പഠിപ്പിക്കുന്ന മാതിരി വയസ്സന്മാരായ ആൾക്കാരെ പിടിച്ചിട്ട് മോറൽ സയൻസ് പഠിപ്പിക്കുന്ന, അത് LKG UKGയിൽ ഇംഗ്ലീഷ് മീഡിയം, അത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് LKG UKGയിലെല്ലാം മോറൽ സയൻസ് പഠിപ്പിക്കുന്നത്. ഈ വയസ്സായ ആൾക്കാരെ പിടിച്ചിട്ട് വേദങ്ങൾ പറയുമ്പോൾ വേദങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലാതെ അവരെ മോറൽ സയൻസ് പഠിപ്പിക്കേണ്ട ആവശ്യം എന്തിനാ? നമുക്ക് ഇതിലേക്ക് വരാം. എന്നിട്ട് 41 പുണ്യകീർത്തനങ്ങളോടുകൂടി കൃഷ്ണനും ഭഗവാനും ഗോകുലത്തിലേക്ക് ചെന്നു.
പശുക്കളുടെ പാദങ്ങളിൽ നിന്നും ഉയർന്ന പൊടികൾ മുഴുവൻ തലയെ പറ്റിയിട്ടുണ്ട്. അവിടെ മീൽപ്പീലിയുണ്ട്. മോഹനമായ ഓടക്കുടെല്ലാം വിളിച്ചുകൊണ്ട് അവിടെ എത്തിയപ്പോൾ അവരെ കാണുവാൻ ഗോപകുമാരിമാർ ഒന്നിച്ചുകൂടി എതിരേറ്റു വന്നു. അവിടെ നിന്നാണ് ഗോപകുമാരിമാര്, പെമ്പിള്ളർ, ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പെമ്പിള്ളർ അവരെ നോക്കിക്കൊണ്ട് ചാടിപ്പിടിച്ചു വരുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? അങ്ങനെ ദേശത്തിൽ ധീരരായി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ ആ നാട്ടിലെ പെമ്പിള്ളർക്ക് അവരോട്, വീട്ടുകാർക്കെല്ലാം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഗോപന്മാരുടെ കാര്യം എല്ലാം പറഞ്ഞല്ലോ, പെമ്പിള്ളർക്ക് പ്രത്യേക ഒരു സ്നേഹം തോന്നും. ഇത്രയും ആത്മാർത്ഥമായി ജനത്തിന് വേണ്ടി സേവിക്കുന്ന നല്ല വ്യക്തികൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവരോട് ആ നാട്ടിൽ ആരാധന, നിന്നോടാണ് എനിക്ക് ആരാധന എന്ന് പറഞ്ഞ മാതിരി ആരാധനീയ അവസാനം മൂത്ത് പ്രേമെല്ലാവും. എല്ലാവർക്കും അതുണ്ടാവും. അതാണ് ഇവിടെ കവിഭാവനയിൽ പറഞ്ഞു വരുന്നത്. ഇതൊരു വ്യക്തികളാകണം എന്നില്ല. ഒരു കൂട്ടം ആളുകൾ ഒരു നാടിനെ മോചിപ്പിക്കുവാൻ, കഷ്ടതയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ വേണ്ടി നിറങ്ങുന്ന വ്യക്തികളെ ആ നാട്ടിലെ ബാലികമാരും പെൺപിള്ളേരെല്ലാം ആരാധിക്കും. സ്വാഭാവികമാണ്. അത് പ്രേമത്തിലേക്ക് എത്തും. അത് കോളേജിലെല്ലാം കണ്ടിട്ടില്ലേ? വില്ലന്മാരായ നേതാക്കന്മാരുണ്ടെങ്കിൽ പെമ്പിളറിൻ്റെ പിന്നാലെ ഓടി കിടക്കുന്നത് കണ്ടിട്ടില്ലേ? മറ്റേ TV തുറന്നാൽ മതി. പെമ്പിളറാണ് ഏറ്റവും കൂടി ആവേശത്തോടുകൂടി അവരെ പിന്നാലെ നടക്കുന്നത്. ചിലവർ ധീരനാണെന്നെല്ലാം തോന്നുമ്പോൾ ചുവപ്പ് സാരിയും മഞ്ഞ സാരിയും എല്ലാം വരും. ഇതെല്ലാം ഇപ്പോഴത്തെ ഞാൻ യൂട്യൂബിൽ കേൾക്കുമ്പോൾ വെച്ചിട്ട് പറയുന്ന അഭിപ്രായങ്ങൾ. എന്തിനാ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉദ്ദേശമുള്ളൂ. ഈ വേദവ്യാസൻ എഴുതിയത് ഓരോ കാലഘട്ടത്തിലും നടക്കുന്ന സംഭവങ്ങളാണ്. അതാണ് ഗോപികമാർ. അവർ പ്രേമിക്കുകയും ചെയ്യും, കല്യാണം കഴിച്ചെന്നും വരും, ഇത്തരം ആൾക്കാരെ കെട്ടിയെന്നും വരും. അപ്പോൾ ആ കാലഘട്ടം വരുമ്പോൾ, ഈ ഘട്ടം വരുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അവരൊരു ദേശത്തിൻ്റെ വീരപുത്രന്മാരായി മാറുകയാണ്. അപ്പോൾ എല്ലാവർക്കും അവരോട് സ്നേഹം കൂടുമ്പോൾ പെൺപിള്ളേർക്ക് ആ പ്രായത്തിൽ പ്രത്യേകം, ഇവർ കൗമാരെല്ലാം കഴിഞ്ഞ് നടക്കുന്നവരല്ലേ, സ്വാഭാവികമായിട്ട് അതുണ്ടാകും. അത് കവി അതൊന്നും ഒഴിവാക്കുന്നില്ല. സംഭവങ്ങളെ, ജീവിതത്തിൽ നടക്കുന്ന പച്ചയായ വിഷയങ്ങളെ പരാമർശിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പം അവരെ കാണുവാൻ ഗോപകുമാരിമാർ ഒന്നിച്ചുകൂടി എഴുന്നേറ്റ് വന്നു, എതിരേറ്റു വന്നു. 43. ഗോപകുമാരിമാർ പകൽ സമയത്ത് വേർപിരിഞ്ഞുകൊണ്ടുള്ള പരിതാപത്തെ വിട്ടുകളഞ്ഞ് ലജ്ജ, മന്ദസ്മിതം, വിനയം എന്നിവയോടുകൂടി ആ കടക്കണ്ണാൽ ഏറ്റുകൊണ്ട് കൃഷ്ണൻ, അവരുടെ കണക്കണ്ണാൽ ഏറ്റുകൊണ്ട് കൃഷ്ണൻ ഗോകുലത്തിലേക്ക് പ്രവേശിച്ചു. നമ്മളല്ലേ ഈ പ്രായം കഴിഞ്ഞ് വന്നവരല്ലേ? നാട്ടിൽ നമ്മൾ പഠിക്കുന്ന കാലത്തെല്ലാം വില്ലന്മാരായ നല്ല വ്യക്തിത്വമുള്ള ചില പയ്യന്മാരെല്ലാം കോളേജിലെല്ലാം പഠിക്കുമ്പോഴെല്ലാം ഉണ്ടായിരുന്നു. അവരോടെല്ലാം ചില പെൺപിള്ളേർക്ക് വലിയ ആരാധന തന്നെയാണ്. നാട്ടിൽ തന്നെ അത്തരം വ്യക്തികളെ, എല്ലാത്തിനും വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികളോട് ജനങ്ങൾക്കൊരു പ്രത്യേക ആരാധനയുണ്ട്. ഇന്ന് സിനിമയിലുള്ള വില്ലത്തരം കണ്ടിട്ടാണ് ചില ദേശങ്ങളിൽ രാഷ്ട്രീയക്കാരെല്ലായി മാറുന്നത്. രാജ്യം ഭരിക്കുന്ന ആരാണ്? സിനിമയിലെ വില്ലന്മാരായി നിന്നവരാണ്. സ്ത്രീകൾ കൊണ്ട് ഈ വോട്ട് കൊത്തിക്കൊടുക്കുകയാണ്. സിനിമയിലെ കണ്ടിട്ടുള്ള വില്ലത്താണ്. ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും ഭീര് വേറെ ഉണ്ടാവില്ല. ഇത് മറ്റവൻ എഴുതി കൊടുക്കുന്ന ഡയലോഗ് വെച്ച് കാച്ചുന്നതാണ്. അത് കാച്ചി കഴിഞ്ഞിട്ട് ഇതും കണ്ടിട്ട് പെൺപിള്ളേർ, സ്ത്രീകൾ അടക്കം ആവട്ടെ നമുക്ക്. പക്ഷേ ഞാൻ പറയുന്നുണ്ടെങ്കിലും വിഷയത്തിലൂടെ ഊന്നിക്കൊണ്ട്, എന്തിനാണ് പറയുന്നത്? ഇവിടെ പറഞ്ഞ ആ വിഷയം പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വിഷയത്തിൽ നിന്ന് അധികം ഡൈവേർട്ട് ചെയ്ത് പോകരുത്. പക്ഷേ പറയുമ്പോഴും ആ വിഷയത്തിൽ നിന്ന് അകന്നു പോകരുത്.
ബന്ധിപ്പിച്ച് തന്നെ പോകണം. ഇല്ലെങ്കിൽ നമ്മൾ ഇതും തുറന്ന് വെച്ചിട്ട് വായിക്കുമെന്ന് പറയുക, അത് ശരിയാവില്ല. അതുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. 44. പുത്രവാത്സവതികളായ യശോദയും രുക്മിണിയും ആ പുത്രന്മാർക്ക് പൂർണ്ണാശിസ്സുകൾ നൽകി. ഇനി 45, 46. എണ്ണ തേച്ച് കുളിയെല്ലാം കഴിഞ്ഞ് വഴി നടന്നതിനുള്ള ക്ഷീണം തീർത്ത് അവർ കുളിച്ച്, നല്ല എണ്ണയെല്ലാം തേച്ച് കുളിച്ചപ്പോൾ നല്ല ക്ഷീണമെല്ലാം തീർന്ന് മനോഹരമായ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് പൂമാല, കളഭം മൂലാവയെല്ലാം അണിഞ്ഞ് രുചികരമായ ഭക്ഷണമെല്ലാം കഴിച്ച് അവരാൽ താലോലിക്കപ്പെട്ടവരായി പൂമത്തയിൽ കിടന്ന് സുഖമായി ഉറങ്ങി. ഒരു നാൾ 47. ഒരു നാൾ വൃന്ദാവനത്തിൽ സഞ്ചരിക്കുമ്പോൾ ബലരാമനോ അപ്പോഴടുത്ത് ഒന്നിച്ചുണ്ടായിരുന്നില്ല. മറ്റുള്ള ഗോപന്മാരോട് കൂടിയാണ് കൃഷ്ണൻ യമുനാ നദിയുടെ ഇതിലേക്ക് പോയത്. 48, 49. വേനലിലെ ചൂടിനാൽ പരവശരായ അവരെല്ലാം എന്ത് ചെയ്തു? കൃഷ്ണനെല്ലാം മറ്റുള്ളവരെല്ലാം പശുക്കളെയും അവരുമെല്ലാം യമുനാ നദിയിലെ ചീത്ത വെള്ളം കുടിച്ച് കർമ്മഗതിയാലാണെന്ന് തോന്നുന്നു, ആ വിഷത്താൽ അവർ അവിടെ വീണുപോയി. ആ വിഷം കൊണ്ട്. അപ്പം വിഷലിപ്തമായ ജലമായിരുന്നു യമുനാ നദിയിൽ ഉണ്ടായിരുന്നത്. ജലമെല്ലാം വിഷലിപ്തമായിരിക്കുകയാണ്. ആ വെള്ളം കുടിച്ചിട്ട് പശുക്കളടക്കം. 50. ശ്രീകൃഷ്ണൻ തന്നാൽ മാത്രം രക്ഷിതാവായ, അവരെ രക്ഷിക്കാൻ ഇപ്പം ആരേ ഉള്ളൂ? ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂ, ബലരാമൻ പോലും ഇല്ല. അവർ വീണ് കിടക്കുന്നത് കണ്ടിട്ട് അമൃതവർഷത്തോളൊപ്പമുള്ള നോട്ടത്താൽ, അമൃത് കഴിച്ചാൽ മരിച്ചവരും ജനിക്കുമല്ലോ, മരക്കുമില്ല. അമൃത് കഴിച്ചാൽ പിന്നെ മരണമില്ലല്ലോ. ആ ഒരു നോട്ടത്താൽ എന്ന് പറഞ്ഞാൽ നോട്ടം കൊണ്ട് തന്നെ അവരെ പുനർജീവിപ്പിച്ചു. ഇതെല്ലാം കഥയിലുള്ളതാണ്, കഥയിൽ ആശ്രിതമൊന്നുമല്ല. യമുനാ നദി പൊള്യൂട്ടഡാണ്, വളരെ വിഷലിപ്തമാണ്. ഇത് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് പറയാൻ പോകുന്നത്. നമ്മൾ കൊളോണിയലിസ കാലഘട്ടത്തിലെ രാമനും രാവണൻ്റെയും കാലഘട്ടത്തിലെ വേഷവും കുടുംബജീവിതവും എല്ലാം എങ്ങനെയായിരുന്നു? ആ കാലഘട്ടത്തിൻ്റെ വേഷമാണ് രാമനും, ഒരു ഭാര്യ, ഒരു കുടുംബം, ആ ഒരു നിലയിലേക്കാണ് ആ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് വിമാനം ഇറങ്ങിയത്, അത് വിദേശികളാണ്. അതുകൊണ്ടാണ് രാവണൻ വിമാനത്തിൽ വന്നു എന്നെല്ലാം പറയുന്നത്. ആ സമയത്താണ് ഹനുമാൻ വായുപുത്രൻ, വായുവിൻ്റെ ഉപകരണങ്ങൾ, വായുപുത്രൻ മലയും ഉയർത്തിപ്പോകുന്ന പറഞ്ഞാൽ വായു ഉപയോഗിച്ചുകൊണ്ടാണ് ആകാശത്തിലൂടെ ചലിച്ചതും, വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. അന്നെല്ലാണ് മറ്റേ ഈ ലോറി ഇതെല്ലാം കയറി വന്ന കാലഘട്ടമാണ്. ആ കൊളോണിയൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ആ കാലഘട്ടത്തിൽ. ആ സമയത്താണ് പാറകളെല്ലാം ലോറിയിൽ കയറ്റിയിട്ട്, ഇന്ന് ലോകത്തിലുള്ള എല്ലാ സാധനവും ഈ ടയർമ കയറ്റിക്കൊണ്ട്, ടയറിലെന്താ ഉള്ളത്? കാറ്റാണ് താക്കിക്കൊണ്ട് പോകുന്നത്. അത് കഥയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ മലകളെപ്പോലും ഉയർത്തിക്കൊണ്ട് പോകും. ഇപ്പോഴും പാറകൾ പൊട്ടിച്ചിട്ട് കാറ്റിലല്ലേ ഉയർത്തിക്കൊണ്ടു പോകുന്നത്. ആ ടയറിൽ കാറ്റാണുള്ളത്. അപ്പോൾ വായുവാണ് താങ്ങുന്നത്. വായുപുത്രൻ ഉയർത്തുന്ന, ആകാശത്തിലേക്ക് പ്ലെയിനുകൾ ഉയർത്തുന്ന ആരാണ്? വായു. ഏത് കാലഘട്ടത്തിലാണ് ഇത് വന്നത്? ഈ കൊളോണിയലിസ കാലഘട്ടത്തിൽ വിദേശികൾ കൊണ്ടുവന്നതാണ്, വിമാനമല്ല. അപ്പോൾ ആ കാലഘട്ടത്തിന് ഒഴിച്ചു, കാലഘട്ടത്തിനനുസരിച്ച് പറഞ്ഞു വിട്ടു. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളും ലോകത്തിലുണ്ടാകുന്ന പുരോഗതികളെല്ലാം പറയുവാനാണ് ഇവിടെ വരാൻ പോകുന്നത്. ആ തരത്തിൽ ഇതിലേക്ക് കടക്കാം. അപ്പോഴെന്തുണ്ട്? യമുനാ നദി ആകെ വിഷലിപ്തമായിരിക്കുകയാണ്. അപ്പം 51 ഉടൻ സ്വബോധം വന്ന അവർ പെട്ടെന്ന് എന്ത് ചെയ്തു? എഴുന്നേറ്റ് തമ്മിൽ അത്ഭുതത്തോടു കൂടി നോക്കി. അവർക്ക് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. അവരെന്നിട്ട് തമ്മിൽ നോക്കി എന്താ സംഭവിച്ചതെന്ന് ഒരു പിടിയുമില്ല. കാരണം മരിച്ചുപോയെടുത്തുനിന്ന് പുനർജീവിപ്പിച്ചു എന്നാണ് പറയുന്നത്.
ഒരു മരണം കഴിഞ്ഞിട്ട് എണീച്ച മാതിരിയാണ് അവർ എണീച്ചിരിക്കുന്നത്. അപ്പോൾ അവർ അന്തം വിട്ട് ചുറ്റുപാടും നോക്കി. വിഷം കുടിച്ച് മരിച്ച തങ്ങൾക്കുണ്ടായ ഉയർത്തെഴുന്നേൽപ്പ് ഭഗവാന്റെ കടാക്ഷമാണെന്നവർ നനച്ചു. വിഷം കുടിച്ചിട്ട് മരിച്ചവരാണെന്ന് അവർക്ക് ബോധ്യമായി. എന്നിട്ട് ജനിക്കണ്ടിക്കിൽ ഇത് ഭഗവാന്റെ കടാക്ഷം തന്നെയാണ്. അപ്പോഴെന്താണ് കാളിന്തി നദിയിൽ ആ കഥയിലൂടെ പറയാൻ പോകുന്നു എന്ന് അത് നമുക്ക് അടുത്തതിൽ കാണാം.